ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ അടുത്ത പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ആദ്യത്തെ 3 പാർട്ടിൽ എന്താണ് ഇലക്ട്രിസിറ്റി, അതുപോലെ ചാർജ്, കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പിന്നെ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു നിയമമാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഓംസ് ലാ. ഓംസ് ലാ ആണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 1827 കറണ്ടും അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത്? കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ I എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എങ്ങനെ കാണിക്കുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഏതാ? V വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വിയും ഐയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമുക്കൊരു ഡിവൈസ് ആയിട്ട് നമുക്ക് ബൾബ് എടുക്കാം, ഇവിടെ നമുക്ക് കണക്റ്റിംഗ് വയേഴ്സ് എടുക്കാം, അതുപോലെ നമ്മുടെ ഒരു ബാറ്ററിയും ഉണ്ടെന്ന് വിചാരിക്കുക, പിന്നെ കീയും കൂടി ഇരിക്കട്ടെ. ഇത്രയപ്പോൾ ഒരു സർക്യൂട്ടായി. ഈ ബാറ്ററിയുടെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഇടയ്ക്കുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് നമ്മൾ വി വെച്ച് കാണിക്കുന്നത്. അപ്പോൾ വി അവിടെ കുറച്ചേ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ വി എന്ത് ചെയ്യും? നമുക്ക് ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഐ കറണ്ടിനെ വിട്ടുകൊടുക്കും. ഇനി ഒരുപാട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലോ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യാൻ വിട്ടുകൊടുക്കും. ഇത്രയേ ഉള്ളൂ ഓംസ് ലോ പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ആ രണ്ട് പോയിന്റുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് across two ends is directly proportional to current flowing through it. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷൻ നമുക്ക് ആദ്യം എഴുതി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എഴുതി. എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ വിയും ഐയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ വി കൂടുന്തോറും ഐ കൂടും, വി കുറയുമ്പോൾ ഐ കുറയും. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? അത് കാണിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, വി പ്രൊപ്പോർഷണൽ ടു ഐ. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഈ കണ്ടക്ടർ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാവുന്ന ഒരു നിയമമൊന്നുമല്ല. ഒരു ചെറിയ സമയത്തേക്ക് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നിയമമാണ്. ഓക്കെ, കാരണം ഈ കണ്ടക്ടറിൽ കൂടി നമ്മൾ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ കൂടി ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ടിന്റെ ആ ഒരു ഫ്ലോ കാരണം ഈ സർക്യൂട്ട് അവിടെ നിന്ന് ചൂടാവും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഇങ്ങനെ വേരി ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഉറപ്പായിട്ടും ആ ഒഴുകുന്ന കറണ്ടിന്റെ ഫ്ലോയ്ക്ക് ഒരു വ്യത്യാസമൊക്കെ അനുഭവപ്പെടും. അപ്പൊ നമുക്ക് ഈ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന ആ ഒരു നിയമം എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാത്തിടത്തോളമാണ് ഈ നിയമം നമുക്ക് എന്താവുന്നത്? അവിടെ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ചേർക്കാം, പ്രൊവൈഡിങ് ദ ഫിസിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രൊവൈഡിങ് ദ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ, അല്ലെങ്കിൽ എഴുതിയാൽ മതി, അറ്റ് ഗിവൺ ടെമ്പറേച്ചർ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് എഴുതി ചേർത്താലും മതി. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ മാറാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരേപടി നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ വിയും ഐയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്നും അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐയും വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊരു ഇക്വേഷൻ അല്ല, ഒരു പ്രൊപ്പോർഷണൽ കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആവുന്നത്? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആ കോൺസ്റ്റന്റ് എടുക്കാം. ആരാ ഇവിടുത്തെ കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ വി ഇസ് ഈക്വൽ ടു ഐയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? പ്രൊപ്പോർഷണാലിറ്റി മാറിയിട്ട് അവിടെ ആര് വന്നു? ഈക്വൽ സൈൻ വന്നു. ഓക്കെ, അപ്പോൾ വി ഇസ് ഈക്വൽ ടു എന്തായി? ഐ ആർ ആയി. ഇനി ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേരെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണത്. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക്
വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് കിട്ടിയതുപോലെ അതിൽ നമുക്ക് ഐയുടെ ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ് ഐ ഈസ് ഈക്വൽ ടു വി എവിടെ കിടപ്പുണ്ട്, ഐയുടെ കൂടെ ഉണ്ടായിരുന്ന ആർ മൾട്ടിപ്ലൈ ചെയ്ത് ആർ അപ്പുറം കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. സോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നൊരു ഇക്വേഷനും കൂടെ കിട്ടും. അപ്പോൾ ആർ ആരാണ്? ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആണ്. റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കണ്ടക്ടറിൽ കൂടെ ഇങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് കറണ്ട്. ഓക്കെ, അങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന കഴിവാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കൊന്നുകൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? ഓംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും അതിലൂടെയുള്ള കറണ്ടും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ലെറ്റേഴ്സ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നു. ആ കോൺസ്റ്റന്റ് ആണ് ഇത്, ആ കറണ്ടിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താനുള്ള കഴിവായിട്ടുള്ള റെസിസ്റ്റൻസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഇസ് ഈക്വൽ ടു ഐ ആറും കിട്ടി. അതിനകത്ത് നിന്ന് കറണ്ടിന്റെ വാല്യൂ ഐ ഇസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി ആ കറണ്ട് ഇക്വേഷൻ പഠിച്ചു, അതാണ് ക്യൂ ബൈ ടി എന്നൊരു ഇക്വേഷൻ പഠിച്ചു. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാലുള്ള കറണ്ട് ഇക്വേഷൻ അടുത്തായിട്ട് കിട്ടിയ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ കറണ്ടും വെച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ് പഠിക്കാം. അതാണ് വി ഐ ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ വിനെയും ഐനെയും എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കറണ്ടിന്റെ വാല്യൂ നമുക്ക് എക്സ് ആക്സിൽ കൊടുക്കുന്നു. കറണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിൽ കറണ്ട് ഏതിൽ വെച്ചാണ് കാണിക്കുന്നത്, ഐ വെച്ചാണ് കാണിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പി ഡി എന്ന് കാണിക്കാം, അതറിയാലോ, വി വെച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീറോ ലെവലായി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് വി കൂടുന്തോറും ഐ കൂടും, വി കുറയും തോറും ഐ കുറയും. രണ്ടും തമ്മിൽ എങ്ങനെയാ, ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിട്ട് കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് പേരും ഇതേപോലെ യൂണിഫോം ആയിട്ട് കൂടിക്കൊണ്ടിരിക്കണം. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആളും കൂടിക്കൊണ്ടിരിക്കണം. സോ വി എ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓമിക് കണ്ടക്ടറിനകത്ത് അല്ലെങ്കിൽ ഒരു മെറ്റലിനകത്ത് കൂടി കറണ്ട് പാസ് ചെയ്യുന്നതും അത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കുന്നതിന്റെ ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നത് വേണം വരയ്ക്കാൻ. കേട്ടോ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ ഗ്രാഫ് വരും, ആ ഗ്രാഫ് തെറ്റിച്ചൊക്കെയും തരുന്നത്. അപ്പോൾ ശരിയാണോ തെറ്റാണെന്നൊക്കെയാണ് നമ്മുടെ കേസ് സ്റ്റഡിക്കത്തൊക്കെ ചോദിക്കുന്നത്. കേട്ടോ, അപ്പോൾ അത് ഉറപ്പായിട്ടും ഈ വി എ ഗ്രാഫ് പഠിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് ആക്സിസിൽ ഐയും വൈ ആക്സിസിൽ വിയുമാണ് കാണിക്കേണ്ടത്, മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പറയാവുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താനുള്ള കണ്ടക്ടറിന്റെ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആർ എന്ന് പറയുന്ന ലെറ്റർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വിർച്യൂ ഓഫ് ഇറ്റ് ഒപ്പോസ് ഓർ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. ഓക്കെ, ചാർജുകൾ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയെ തടസ്സപ്പെടുത്താനുള്ള കണ്ടക്ടറിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റും കൂടെ നമ്മളൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എസ് ഐ യൂണിറ്റ്. എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓ, നമ്മൾ നേരത്തെ പഠിച്ച ഓംസ് ലോ ഇല്ലേ, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഇട്ടിരിക്കുന്നത്, ഓ. പക്ഷെ ഓം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓയോ എച്ചോ അങ്ങനെയൊന്നും അല്ല, ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഓക്കെ, ഗ്രീക്ക് ലെറ്റർ ഇട്ടാണ് ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓം എന്ന് വെച്ച് എഴുതാ ഇങ്ങനെ, നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ജെറിയുടെ വീടില്ലേ, അതേപോലെയാണ് ഓം എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓമിനെ റെപ്രസെന്റ് ചെയ്ത രീതി കാണിച്ച് മനസ്സിലായില്ലേ. ഇപ്പൊ നമ്മൾ ഒരു 2 ഓം റെസിസ്റ്റൻസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ, 2 ഓം റെസിസ്റ്റൻസ് ആണെന്ന് പറയുമ്പോൾ അതിനെ കാണിക്കേണ്ടത് 2 ഓം. ഓം ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞു, എന്താണ്, ഓം ആണ്. ഓം എന്ന് കാണിക്കേണ്ടത് ഇങ്ങനെ OHM എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല, ഈ സിമ്പിൾ അല്ലെങ്കിൽ ഗ്രീക്ക് ലെറ്റർ ആണ്, ഈ ലെറ്റർ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, ഓംസ് ലോ പഠിച്ച ഇക്വേഷനകത്ത് വി ഇസ് ഈക്വൽ ടു ഐ ആർ നമുക്ക് കിട്ടി. അതിൽ നിന്ന് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് കിട്ടി. ആ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പം അതിനകത്ത് നിന്ന് ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, ആർ ഇസ് ഈക്വൽ ടു വി അപ്പുറത്ത് കിടപ്പുണ്ട്, ആറിന്റെ കൂടെയുള്ള ഐ കൊണ്ടുപോയി അപ്പുറത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു എന്തെഴുതാം, വി ബൈ ഐ എന്നൊരു ഇക്വേഷൻ കൂടെ ഉണ്ടാക്കും.
സോ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ചോദിക്കുവാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് കറണ്ട് എന്ന് എഴുതാം. യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓം എഴുതാം. ഓക്കെ, അടുത്ത അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ 1 ഓം. ഓക്കെ, 1 ഓം എന്താണെന്ന് ചോദിക്കാം. അപ്പൊ അതാ ഈ തന്നേക്കുന്ന ഇക്വേഷൻ ആർ ഈക്വൽ ടു വി ബൈ ഐ. ആദ്യമേ തന്നെ ആറിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണെന്ന് അറിയാം. വിയുടെ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? അതറിയാം, വോൾട്ട് ആണ്. അപ്പൊ അതും വി തന്നെ. കറണ്ട് ഐയുടെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനും അങ്ങ് 1 കൊടുക്കുക. അപ്പം 1 ഓം ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 1 ആംബിയർ കറണ്ട്. അപ്പം 1 ഓം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1 വോൾട്ട് ഡിവൈഡ് ബൈ 1 ആംബിയർ അല്ലേ? അതെങ്ങനെ എഴുതാം? ഇഫ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt across the ends of the conductor makes a current of 1 ampere to flow through it. ഓക്കെ, നമ്മൾ 1 ആംബിയർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 1 വോൾട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ 1 ഓമും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു 1-2 മാർക്കിനൊക്കെ സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതിയെടുക്കുക. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം, ശ്രദ്ധിച്ച് എഴുതണം. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ the terminals of an electric heater is 75 volt when it draws a current of 5 ampere from the source. What current will the heater draw if the potential difference is increased to 150 volt? ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ആദ്യമേ തന്നെ ഒരു ഇലക്ട്രിക് ഹീറ്ററിന്റെ 2 ടെർമിനൽസ് അല്ലെങ്കിൽ 2 പോയിന്റുകൾ, അതിനിടയ്ക്കുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 75 വോൾട്ട് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയുണ്ട്? അതെന്താ വെച്ചാൽ കാണിക്കുന്നത് നമ്മൾ വി വെച്ചല്ലേ കാണിക്കുന്നത്, അത് 75 വോൾട്ട്. വെൻ ഇറ്റ് ഡ്രോസ് എ കറണ്ട് ഓഫ് 5 ആംബിയർ ഫ്രം ദി സോഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടുത്തെ കറണ്ട് കൊണ്ട് എത്രയാണ്? 5 ആംബിയർ അല്ലേ? കറണ്ട് ലിറ്ററാണ്, ഐ വെച്ചാണ് കാണിക്കുന്നത്. എത്രയാ? 5 ആംബിയർ. ഇനി പറയുന്നത് വാട്ട് കറണ്ട് വിൽ ദ ഹീറ്റർ ഡ്രോ ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ടു 150 വോൾട്ട്. അപ്പൊ ആദ്യം വോൾട്ട് അല്ലെങ്കിൽ ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 75 ഉണ്ടായിരുന്നപ്പോൾ 5 ആംബിയർ കറണ്ടാണ് അതിൽ നിന്ന് ഇറക്കുന്നത്. അതേസമയം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്ത് 150 ആക്കുവാണെങ്കിൽ എത്ര കറണ്ട് ആവുകയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കൊരു ആദ്യം ഒരു ഐഡിയ വെച്ച്, ഇവിടെ 75, ഇവിടെ 5, 75 ഇരട്ടിയാണ് 150. അപ്പോൾ കറണ്ട് ഇരട്ടിയായിട്ട് 10 ആവും നമുക്കറിയാം. ഫൈനൽ ആൻസർ 10 തന്നെ കിട്ടും. പക്ഷെ അങ്ങനെ മാത്രം എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അത് ചെയ്യേണ്ട രീതിയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നേക്കുന്ന 2 കാര്യങ്ങൾ വിയും ഐയും ഉണ്ട്. ഈ വിയും ഐയും വെച്ചുകൊണ്ട് ഓംസ് ലോയ്ക്കകത്തുള്ള അടുത്ത ഒരാളിനെ കണ്ടുപിടിക്കണം. ആരെയാണ്? റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കണം. ആരാണത്? ആറിനെ കണ്ടുപിടിക്കണം. കാരണം ഈ ഫസ്റ്റ് കേസിലും ഈ 75 അങ്ങ് 150 ആവുന്ന സമയത്തും ആർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാനിവിടെ വി ഡാഷ് എന്ന് കൊടുക്കാം. അത് 150 വോൾട്ട് ആണ്. ആ സമയത്തുള്ള നമ്മളുടെ കറണ്ട് ഞാനത് ഐ ഡാഷ് എന്ന് കൊടുക്കാം. ആ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 2 സമയത്തും ആർ എന്തായിരിക്കും? ആർ സെയിം ആയിരിക്കും. അപ്പൊ ഇപ്പൊ ആദ്യം തന്നിരിക്കുന്ന വിനെയും ഐനെയും ഉപയോഗിച്ച് ഓംസ് ലോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ആർ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഓംസ് ലോ എഴുതാം. എന്താണ് ഓംസ് ലോ? അപ്പം അക്കോർഡിംഗ് ടു ഓംസ് ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ? അപ്പൊ അതിൽ നിന്ന് ആർ സീക്കൽ എന്താണ്? നമ്മൾ പഠിച്ചു, ആർ സീക്കൽ ടു വി ബൈ ഐ. അപ്പൊ വി എത്രയുണ്ട്? വി അവിടെ 75 ഉണ്ട്. ഐ എത്രയാണ്? 5 ആണ്. 75 ബൈ 5 എത്ര? 15. റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസ് യൂണിറ്റ് എത്രയാണ്? ഓം. അപ്പം 15 ഓം. അപ്പൊ അത് കിട്ടി. അപ്പൊ ഇതേ സാധനം ഉപയോഗിച്ച് അപ്പൊ ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ വി ഡാഷ് സീക്കൽ 150 ആവുമെന്ന് പറഞ്ഞു. അപ്പോഴും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്തില്ല. അപ്പൊ അവിടെ ആർ എത്ര തന്നെയാണ്? 15 ഓം തന്നെയാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐ ഡാഷ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഐയുടെ ഇക്വേഷൻ ഐ ഡാഷ് സീക്കൽ ടു ഐ സീക്കൽ ടു വി ബൈ ആർ അല്ലേ? അപ്പൊ എന്ത് വരുന്നു? വി ബൈ ആർ ഡാഷ് എന്ന് എഴുതാം. വി എത്രയുണ്ട്? 150. ആർ എത്ര? 15 അല്ലേ? ഇത് കട്ട് ചെയ്ത് 10. ഐ ഡാഷ് എത്ര കിട്ടി? 10. യൂണിറ്റ് എഴുതാൻ മറന്നു വരുത്. ആ സമയത്തിൽ കറണ്ട് ആണ്, കറണ്ട് യൂണിറ്റ് ആംബിയർ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ 75 ഇരട്ടിയാക്കി 150 ആകുമ്പോൾ 5 ഇരട്ടി എത്രയാവുന്നു? 10 ആവുന്നു. 5 ഇരട്ടി അല്ല, 5 × 2
10 ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കാരണം വിയും ഐയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഏതിൻ്റെയൊക്കെ ബേസിലാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്നൂടെ നമ്മൾ പഠിക്കണം. എല്ലാ കണ്ടക്ടേഴ്സിനും റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ് എല്ലാ കണ്ടക്ടേഴ്സിനും ഉണ്ട്. അത് ചില കണ്ടക്ടേഴ്സിന് കൂടുതലായിരിക്കും, ചില കണ്ടക്ടേഴ്സ് കുറവായിരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യിക്കും. ശരിയല്ലേ? റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിലോ ആ കറണ്ട് ഫ്ലോ ഒരുപാട് തടസ്സപ്പെടും. അതായത് വളരെ വളരെ എന്താ പറയാ, ചെറുതായിട്ടായിരിക്കും, വീക്കായിട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യും. എന്നിട്ട് ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഞാനിവിടെ AB എന്നൊരു കണ്ടക്ടർ എടുക്കുന്നു. അതിന് ഇത്രയും ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കണ്ടക്ടർ എടുക്കുന്നു. ആ കണ്ടക്ടർ അല്ലെങ്കിൽ ആ കണ്ടക്ടർ തന്നെ അതിന്റെ നീളം കൂട്ടി എടുക്കുന്നു. ഇവിടെ എളുപ്പത്തിൽ കറണ്ട് മൂവ് ചെയ്യുന്ന ആർക്കാണ്? ഈ ചെറിയ കണ്ടക്ടറിലല്ലേ? ശരിയല്ലേ? അപ്പൊ നല്ലോണം മൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എന്തുവാ? റെസിസ്റ്റൻസ് അവിടെ കുറവാണ്. എക്ക് നിന്ന് ബിയിലേക്കുള്ള അകലം കൂട്ടുമ്പോൾ എന്ത് പറ്റും? റെസിസ്റ്റൻസും കൂടി കൂടി വരുന്നു. അതായത് ആ കണ്ടക്ടൻസ് അവിടെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ശരിയല്ലേ? അപ്പൊ ലെങ്ത് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പൊ നമുക്ക് പറയാം ആർ എന്ന് പറയുന്നത് ലെങ്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ലെങ്ത് കൂടുമ്പോൾ ആറും കൂടും, ലെങ്ത് കുറയുമ്പോൾ ആറും കുറയും. സോ നമുക്ക് പറയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ. എൽ എന്താണ്? എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ ഫാക്ടർ. അപ്പൊ നമുക്ക് പറയാവുന്നത് ലെങ്ത് ഓഫ് കണ്ടക്ടർ ഇരട്ടിയാവുകയോ അല്ലെങ്കിൽ ഹാഫ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അതേപടി കൂടുകയും അല്ലെങ്കിൽ പകുതിയാവുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ ഒരു ഫാക്ടർ, അപ്പൊ നമ്മൾ നീളം പറഞ്ഞു, ലെങ്ത് പറഞ്ഞു. അടുത്ത നമുക്ക് അതിന്റെ തിക്നെസ് നോക്കാം. ഇതേ രീതിയിൽ, ഈ രീതിയിൽ അതിന്റെ തിക്നെസ് എടുക്കാം. അപ്പൊ നമ്മൾ വയറാണല്ലോ എടുക്കുന്നത്. വയർ എപ്പോഴും നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പിൽ എടുക്കുന്നു. അപ്പൊ AB എന്ന് പറയുന്ന സാധനം തന്നെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത്രയും പാർട്ട് നോക്കുക. ഞാൻ ഈ നല്ല ഡാർക്കായിട്ട് വരയ്ക്കുന്ന ആ സ്ഥലം നോക്കുക. അതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയും. ഇനി ഞാൻ ഈ ABയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ച് കൂട്ടി വരയ്ക്കുന്നു. ലെങ്ത് ഒക്കെ സെയിം തന്നെ, പക്ഷെ അവിടെ എന്ത് ചെയ്തു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടി. ഇനി പറഞ്ഞു നോക്കിയേ, ഈ 2 പേരിൽ ഏരിയ ആർക്കാ കൂടുതൽ? ഈ ABക്കല്ലേ? അപ്പൊ ആലോചിച്ച് നോക്ക്, കൂടുതൽ കറണ്ട് കയറി പോകുന്ന ആർക്കാണ്? ഈ ചെറുതിനകത്താണോ വലുതിനകത്താണോ? അപ്പൊ കൂടുതൽ കറണ്ട് കയറി പോകുന്ന ഉറപ്പായിട്ടും വലുതിനകത്തല്ലേ? അപ്പൊ ഏരിയ കൂടുതലാണെങ്കിൽ കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യും. അതിനർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് കുറയും. ശരിയല്ലേ? അപ്പൊ അതാ ഏരിയ കൂടും തോറും ഈ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഏരിയ എന്ത് ചെയ്തു? കൂടി, ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. സോ ഏരിയ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്. സോ ആർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങൾ തിരിഞ്ഞു പോവാതെ വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നുകൂടെ ഒന്ന് ബാക്ക് എടുത്ത് കേട്ടു നോക്കുക കേട്ടോ. അപ്പൊ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഏരിയ കൂടുന്തോറും എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് കുറയുന്നു. ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസും കൂടുന്നു കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഇക്വേഷൻ 1 എഴുതുക, ഇക്വേഷൻ 2 എഴുതാം. എന്നിട്ട് നമുക്ക് എഴുതാം ഫ്രം 1 and 2 എന്തെഴുതാടെ? ആർ പ്രൊപ്പോർഷണൽ, രണ്ടും കൂടെ ചേർത്ത്. എൽ അവിടെ മുകളിലാണ്, എയോ താഴെയാണ്. ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഫാക്ടേഴ്സ് ആണ് കിട്ടിയത്. ആരൊക്കെയാ? ഒന്ന് ലെങ്തും ഒന്ന് ഏരിയയും. ഇനി ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്, നമ്മുടെ നേച്ചർ. മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് നേച്ചർ ഓഫ് കണ്ടക്ടർ, അതിന്റെ സ്വഭാവം കേട്ടോ. ആ മെറ്റീരിയൽ, നമ്മൾ എന്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറഞ്ഞ റെസിസ്റ്റൻസിന് മാറ്റം വരും. ഇപ്പൊ നിങ്ങളിപ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വയർ നമുക്ക് കോപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ ഉപയോഗിക്കാം, അലൂമിനിയോ അല്ലെങ്കിൽ അയണൊക്കെ ഉപയോഗിക്കാം. അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും? ഈ ഏരിയയും അല്ലെങ്കിൽ ലെങ്തും അല്ലാതെ അതിന്റെ സ്വഭാവം അനുസരിച്ച് അതിന് മാറ്റം വരാം. അതായത് നേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിന് ചേഞ്ച് വന്നേക്കാം കേട്ടോ. അപ്പൊ അതാണ് മൂന്നാമത്തെ ഫാക്ടർ. അത് ടെസ്റ്റിൽ അധികം പറയാറില്ല,
പക്ഷെ നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ രണ്ട് ഫാക്ടറാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് ലെങ്ത്, ഒന്ന് ഏരിയ. ലെങ്തുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണലും ഏരിയയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ആർ പ്രപ്പോർഷണൽ ടു എൽ ബൈ എ എന്നൊരു കണ്ടീഷൻ കിട്ടി. ഇതൊരു കണ്ടീഷൻ മാത്രമാണ്, നമുക്കൊരു ഇക്വേഷൻ ആക്കണ്ടേ. അതിനെന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ട് ഇതാ ഇതുപോലൊരു സാധനം. ഓക്കെ, ഇതിന്റെ പേരാണ് റോ. ഓക്കെ, റോ. ഈ റോ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ടെസ്റ്റിലൊക്കെ ഇതാ ഇങ്ങനെയും കാണിക്കാറുണ്ട്, ഇങ്ങനെയും കാണിക്കാറുണ്ട് കേട്ടോ. പി എന്ന് വായിക്കാതിരിക്കണം, ഞാൻ ഇങ്ങനെ ഈ പാമ്പിനെ പോലെ വരച്ചു വെച്ചത്. അപ്പം റോ എന്ന് തന്നെ പറയണം. റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ എഴുതാം ഇക്വേഷൻ? ആർ സീക്കൽ റോ ഇൻറ്റു എൽ ബൈ എ എന്നായി. ഈ റോയ്ക്ക് ഒരു പേരുണ്ട്, ഈ കോൺസ്റ്റന്റിന് ഒരു പേരുണ്ട്. ആ കോൺസ്റ്റന്റിന്റെ പേരാണ്, ആ റോയുടെ പേരാണ് റെസിസ്റ്റിവിറ്റി. എന്തോന്നാ? റെസിസ്റ്റിവിറ്റി. ഓക്കെ, അതായത് ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ആ കണ്ടീഷനകത്ത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു, റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. അതിന്റെ പേരാണെന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്നും വിളിക്കാറുണ്ട്. അതിന് മറ്റൊരു പേര് പറയാറുണ്ട്, അതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയാറുണ്ട്. അപ്പൊ രണ്ടുപേരും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പാർസിക്കൽ റോ ഇൻറ്റു എൽ ബൈ എ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് നമ്മുടെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ലെങ്ത്, ഒന്ന് ഏരിയ, പിന്നെ ഒന്ന് നേച്ചർ. അത് ലെങ്തിനെയും ഏരിയയും വെച്ചുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ കൂടെ കിട്ടി. അതിനകത്ത് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു സാധനത്തിന് ഉപയോഗിച്ചു. അതിന്റെ പേര് ഓർത്ത് വെക്കുക, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുക. അടുത്ത നമുക്ക് പഠിക്കാൻ റെസിസ്റ്റിവിറ്റിയാണ്. ഈ റോ എന്ന് പറയുന്ന സാധനം എന്താണെന്നാണ് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാർട്ടിലുള്ള കാര്യങ്ങൾ കൂടി നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി നോട്ട് എഴുതി അയക്കുക. ഓക്കെ.